തോബിത്ത് 4:21. പലർക്കും അറിയാവുന്ന വചനമാണ്, കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ വരുമാന മാർഗങ്ങളെ, സാമ്പത്തിക മേഖലകളെ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഒരു വിടുതലിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. അപ്പം ആദ്യം തന്നെ വചനം പറയാണ്, മകനെ, നമ്മൾ ദരിദ്രരാണോ? സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ദരിദ്രരാണോ? വചനം പറയുന്നു, നിനക്ക് ആദി വേണ്ട. അതേക്കുറിച്ച് ടെൻഷൻ വേണ്ട, ഭയം വേണ്ട, അസ്വസ്ഥതകൾ വേണ്ട. പിന്നെയോ, നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ വചനം നമ്മൾ ആദ്യം പാലിക്കണം. എന്നിട്ട് വേണം ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓടാൻ. അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നിരന്തരമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചന ചെയ്യാവുന്ന ഒരു വചനമാണ് തോബിത്തിന്റെ പുസ്തകം 4:21 വചനം. അടുത്ത വചനം പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ അമിതമായി ആകുലപ്പെടുകയോ അസ്വസ്ഥരാകുകയോ ഭയപ്പെടുകയോ ഒന്നും അല്ല ചെയ്യണ്ടേ. പിന്നെന്ത് ചെയ്യണം? പറയാണ്, നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും. ദൈവഭക്തി സുഭാഷിതങ്ങൾ 8:13 തിന്മയെ വെറുക്കലാണ്. നീ തിന്മയെ പൂർവാധികം വെറുക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും. 2, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും. 3, ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഒത്തിരി പേരുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പിന്നിലുള്ള ചില കാരണങ്ങൾ. 1, 1-ാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ കൊണ്ട് ചില കുടുംബങ്ങളിൽ എന്നും ദാരിദ്ര്യമാണ്, സാമ്പത്തിക വിഷയം. എന്ത് ചെയ്താലും ഫലമണിയില്ല. 2, സെക്ഷൽ ലൈംഗിക പാപങ്ങൾ, കുടുംബത്തിലോ തലമുറകളിലോ കിടക്കുന്ന ചില ലൈംഗിക പാപങ്ങളുടെ സ്വാധീനം, അനുതപിക്കാത്ത ലൈംഗിക പാപങ്ങളുടെ, ദാമ്പത്യ അവിശ്വസ്തത മുതലുള്ള പാപങ്ങളുടെ സ്വാധീനം കുടുംബത്തിന്റെ മുഴുവനും സാമ്പത്തിക ഭദ്രതയെ തകർത്ത് കളയും. 3-ാമത്തത്, ഇത് 3 പറയാനുള്ള കാരണം നമ്മൾ കൗൺസിലിംഗ് ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടിയ അനേകരുടെ സാമ്പത്തിക മേഖലകളിലുള്ള ഞെരുക്കത്തിന്റെ പിന്നിലുള്ള ചില ആത്മീയ കാരണങ്ങളാണ്. എന്നെല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പിന്നിൽ ഈ കാരണങ്ങളാണെന്നല്ല പറയുന്നത്. ചില ഇങ്ങനെ കാരണങ്ങളുണ്ട് എങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ ആ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ 1-ാമത്തത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ വിഷയങ്ങൾ, ഇതിനൊക്കെ അനുതാപം ആവശ്യമുള്ളതാണെങ്കിൽ, ഏറ്റുപറച്ചിൽ ആവശ്യമുള്ളതാണെങ്കിൽ, ഇതൊന്ന് എളിമപ്പെട്ട് തയ്യാറായാൽ തന്നെ കർത്താവ് ഇടപെടുന്ന കാണാൻ പറ്റും. 1-ാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ, വിശ്വാസത്തിൽ നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയത്, അത് നമ്മുടെ സാമ്പത്തിക മേഖലകളിലെ ഭദ്രത, സുരക്ഷിതത്വ തകർത്തുകളെ. 2, സെക്ഷൽ സിൻസ്, ലൈംഗിക പാപങ്ങളുടെ സ്വാധീനത്തിന് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 3-ാമത്തത്, കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധം തകരാൻ കാരണമായി. ഒരു ഭാഗോടമ്പടിയുടെ സമയത്ത് സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബന്ധം മുറിഞ്ഞുപോയി. സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഭാഗോടമ്പടിയുടെ സമയത്ത് പ്രശ്നമുണ്ടായി, സഹോദരങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഒരു വഞ്ചനാത്മകമായ പ്രവൃത്തി നടന്നു. ആ കുടുംബത്തിലും അവരുടെ മക്കളിലൊക്കെ ഈ സാമ്പത്തിക മേഖലകളിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കാണാൻ പറ്റും. കാരണം എന്താ? ബന്ധങ്ങളെക്കാളും ഉപരിയായി, ദൈവിക ആലോചനകളെക്കാൾ ഉപരിയായി ഒരിക്കലും മാനുഷിക തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അത് തിന്മയായിട്ട് മാറും. ദൈവം ആഗ്രഹിക്കുന്നത് ബന്ധമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പത്തായിരിക്കും. അപ്പൊ ദൈവത്തെ, ദൈവിക നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും സമ്പത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ, ഇന്നലകളിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട് എങ്കിൽ ആ കുടുംബത്തിലും തലമുറകളിലും സാമ്പത്തിക മേഖലകളിൽ നിരന്തരമായ ഒരു ഞെരുക്കം നേരിടുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വാക്യം പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുകയോ ദൈവിക നിയമങ്ങളെ മറികടക്കുകയോ ചെയ്താൽ, തിരസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്താൽ ആ കുടുംബവും കുടുംബത്തിന്റെ തലമുറകളിൽ സാമ്പത്തികം. അതുകൊണ്ടാണല്ലോ നമ്മൾ കൈക്കൂലി മേടിക്കരുതെന്ന് പറയുന്നത്, ഇല്ലേ? എന്തുകൊണ്ടാണ് വചനം പറയുന്നത്? കൈക്കൂലി മേടിക്കരുത്, കള്ളത്തരം കാണിക്കരുത്, കള്ളത്രാസ് ഉണ്ടാകരുത്, കള്ള പലിശ മേടിക്കരുത്. ദൈവിക നിയമങ്ങളെക്കാളും ഉപരിയായി സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാൻ സാധ്യമായാൽ, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പോലും സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ അത് വിദൂര ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ തന്നെ അസ്വസ്ഥതയായിട്ട് മാറും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൃത്യമായി ഇന്ന കാരണം കൊണ്ട് ഇത് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അനേകം കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെ നമ്മൾ ആത്മീയമായി വിവേചിക്കുകയും വചനത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും ധ്യാന ദിവസങ്ങളിലൊക്കെ കടന്നുപോയപ്പോൾ മനസ്സിലായ ഒരു ആത്മീയ വിഷയം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ? അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ടോ? നേർച്ച നേർന്നിട്ട് അത് പാലിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നല്ലതായിരിക്കും. അപ്പൊ ആ വിഷയങ്ങളെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലുള്ള ഒത്തിരിയേറെ തടസ്സങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ഒത്തിരി പിന്നെ ചങ്കുപൊട്ടി നിലവിളിച്ച് കരഞ്ഞ് നിലവിളിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തില്. തമ്പുരാനോട് നേർച്ച നേർന്നിട്ട് അത് പാലിക്കാതിരുന്നിട്ടുണ്ട്. അപരന് അർഹതപ്പെട്ടത് ചതിച്ചും വഞ്ചിച്ചൊക്കെ ഞാൻ സ്വന്തമാക്കിയിട്ട് എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ കൂടപ്പുറപ്പിനോ എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾക്കോ അവകാശപ്പെട്ടതൊക്കെ ഇന്ന് ഞങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു തിരിച്ചറിവ് കിട്ടിയാൽ അതേക്കുറിച്ച് അനുദപിക്കാനും പരിഹാരം ചെയ്യാൻ പാപത്തിന്റെ കടം, അതാണ് ഏറ്റവും വലിയ കടം. പറഞ്ഞ ഹല്ലേലൂയ. പാപത്തിന് കടമുണ്ട്. അപ്പൊ അത് നമ്മൾ കടം വീട്ടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച കുർബാന നമ്മൾ പോയില്ലെങ്കിൽ എന്താ പറയുന്നത്? കടമെന്ന് പറയുന്നത് അല്ലേ? ഞായറാഴ്ച കുർബാന കടമെന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ പാപത്തിന് കടമുണ്ട്. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോൾ നമ്മൾ കടം മേടിക്കുന്ന പോലെ ഈ കടം മുഴുവനും നമ്മൾ വീട്ടണം. ഇവിടെ വെച്ച് വീട്ടിയില്ലെങ്കിൽ വചനം പറയുന്നതറിയാമോ? ഓരോ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ കിടക്കേണ്ടി വരും. ഇവിടെ തീർന്നില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും പാപത്തിന്റെ കടം വീട്ടാൻ. അതുകൊണ്ട് എത്രമാത്രം നമ്മൾ ഇന്നലകളിൽ ചെയ്തിട്ട് പാപം ചെയ്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കടം വരുത്തിയിട്ടുണ്ട്, അതെല്ലാം പരിഹാരം ചെയ്ത് നമ്മൾ വീട്ടണം. പറ്റുമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുടുംബാംഗങ്ങൾ ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരം ചെയ്ത് കടം നമ്മൾ വീട്ടണം. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ കടം എന്ന് പറയുന്നത് ശരിക്കും പാപത്തിന്റെ കടമാണ്. ആ കടഭാരമാണ് ഈശോ കാൽവരിയിൽ എടുത്തത്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപം ചെയ്ത് പാപത്തിന്റെ കടം നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാപത്തിന് പരിഹാരം ചെയ്യണം. നിരന്തരമായി പരിഹാരം ചെയ്ത് ഇനിയിപ്പോ ശരീരത്തിൽ പാപം ചെയ്ത് കടം വരുത്തിയോ, ശരീരം പരിഹാരം ചെയ്യണം. ശരീരം കൊണ്ട് അതുകൊണ്ടാണല്ലോ ചിലവർ മല കയറാൻ പോകുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, മിറ്റലിൽ എഴുതി പ്രാർത്ഥിക്കുന്നു, സഹനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തിനാ? ഇതൊക്കെ ഒരു പരിഹാര പ്രവൃത്തി കൂടിയാ. പ്രാർത്ഥന പരിഹാര പ്രവൃത്തിയാ. ഇപ്പൊ ശരീരത്തിൽ ചെയ്ത പാപം, ഞാൻ ചെയ്ത പാപം, ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ ഞാൻ പാപത്തിന്റെ കടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് തത്തുല്യമായ പരിഹാരം ചെയ്യണം. 1000 രൂപയുടെ കടം മേടിച്ചെങ്കിൽ എത്ര തിരിച്ചു കൊടുക്കണം? 1000 രൂപയുടെ കടം മേടിച്ചെങ്കിൽ എത്ര തിരിച്ചു കൊടുക്കണം? 1000 രൂപ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. 1000 രൂപയുടെ പാപമാണ് ചെയ്തേക്കുന്നെങ്കിൽ 1000 രൂപയുടെ പരിഹാരം ചെയ്യണം. ശരീരം കൊണ്ട്, കണ്ണുകൊണ്ട്, നാവ് കൊണ്ട് എവിടെയൊക്കെ ഇന്നലകളിൽ പാപം ചെയ്ത് കടം വരുത്തിയിട്ടുണ്ടോ ആ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ എങ്ങനെയാണെന്നറിയാമോ? കടം മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയായിട്ട് ഉണ്ടാക്കി വെച്ച കടം കുറെ കടപ്പുണ്ട്. അവർ ഇന്ന് വരെ പരിഹാരം ചെയ്തിട്ടില്ല. ആ കടം അവിടെ കിടക്കുക. പിന്നെ മക്കൾ വന്നപ്പോ വേറെ കടം മേടിക്കുക. അതിനേക്കാൾ കൊടിയ പാപം ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ മുഴുവൻ പാപത്തിന്റെ കെടുതിയും പാപത്തിന്റെ കടം മാത്രമേ ഉള്ളൂ. ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു ഐക്യമില്ല. എപ്പോഴും കലഹം, എപ്പോഴും ഭിന്നത, എപ്പോഴും പ്രശ്നം, എപ്പോഴും സാമ്പത്തിക തകർച്ച. ആ കുടുംബത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ചില കുടുംബങ്ങളിൽ.
എവിടെയെങ്കിലും പാപത്തിന്റെ കടം കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് പരിഹരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അവിടെ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ പാപത്തിന്റെ സാമ്പത്തിക കടം നമ്മൾ പരിഹരിക്കുന്നത് പോലെ മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത് പോലെ പാപം ചെയ്യുമ്പോൾ നമ്മളിൽ പാപത്തിന്റെ സ്വാധീനം കടമായിട്ട് മാറുക. അത് നമ്മൾ പരിഹരിക്കണം. ആ പരിഹാരമാണ് ഈശോ കാൽവരിയിൽ പൂർത്തിയാക്കിയത്. അതുകൊണ്ടാണ് എല്ലാ പാപവും അവന്റെ കാൽവരി യാഗത്തിലാണ് പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളും കർത്താവിന്റെ കുരിശിലേക്കാണ് എത്തേണ്ടത്, അവന്റെ ബലിയിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാ പാപത്തിന്റെ കടം കൊണ്ടുവരണം. എൻ്റെ അപ്പൻ ചെയ്ത പാപം, എൻ്റെ അമ്മ ചെയ്ത പാപം, എൻ്റെ കൂടപ്പറപ്പ് ചെയ്ത പാപം, എൻ്റെ മക്കൾ ചെയ്ത പാപം, ഈ പാപത്തിന്റെ കടം എൻ്റെ കുടുംബത്തിൽ കിടക്കുന്നുണ്ട്. അതിനകത്ത് പരിഹാരം ചെയ്യാൻ ഒരാളേ ഉള്ളൂ. 5 പേര് പാപം ചെയ്യുന്നു, ഒരാളെ പരിഹാരം ചെയ്യാനുള്ളെങ്കിലോ എന്തോരം പരിഹരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഹല്ലേലൂയ. 5 പേര് അങ്ങോട്ട് വലിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു. എങ്ങോട്ടായിരിക്കും പോകുന്നത്? 5 പേര് കടം മേടിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പോയി 10 രൂപ വെച്ച് കടം മേടിക്കും. അപ്പൊ 50 രൂപ മേടിക്കും. 6ാമതൊരാള് രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്ത ആകെ കിട്ടുന്ന 30 രൂപയാണ്. അപ്പൊ എത്ര രൂപ അടച്ച്? ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 20 രൂപയുടെ കടം വരുന്നത് കിടക്കുക. ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ അമ്മ, ഈ അപ്പൻ, ഈ ജീവിത പങ്കാളി കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും സഹിച്ചും വേദനിച്ചൊക്കെ ഈ കുടുംബത്തിൽ കിടക്കുന്ന പാപത്തിന്റെ കടം വീട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അതിനേക്കാളും അധികമായ പാപത്തിന്റെ കടം ഇപ്പുറത്തെ സൈഡിൽ പെരുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപത്തിന്റെ കടം, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പാപത്തിന്റെ കടമെല്ലാം കർത്താവിന്റെ ബലിയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അവിടെയാണ് ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് പാപമറിയാത്തവനെ പാപമാക്കി മാറ്റിക്കൊണ്ടാണ് അവൻ കാൽവരിയിൽ തൂങ്ങിക്കിടന്ന്, 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് സ്വന്തം ശരീരത്തിന്റെ അവസാന തുള്ളി രക്തവും ചിന്തി നമ്മുടെ പാപത്തിന് എല്ലാം അവൻ കാൽവരിയിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടമൊക്കെ എത്തേണ്ടത് കർത്താവിന്റെ ബലിയിലേക്കാണ്. അവിടെ പരിഹാരം ഉണ്ട്. അതിന് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ പാപത്തിന്റെ കടം എന്നാ ചെയ്യും? ജീവിത പങ്കാളി മരിച്ചു മണ്ണിനോട് മണ്ണായി. അപ്പന്റെ ജീവിതവും അപ്പന്റെ സ്വഭാവവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു. എന്താ ചെയ്യാൻ പറ്റും? തന്തയായി പോയില്ലേ? ഒത്തിരി വരുത്തി വെച്ച കടങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ ബലിയിലാണ് പരിഹരിക്കപ്പെടുന്നതും നീയും നിന്റെ വരും തലമുറകളും പാപരഹിത ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ തലത്തിലേക്കും ഉയർത്തപ്പെടുന്നത് യേശുവിന്റെ ബലിയിൽ ഈ പാപത്തിന്റെ കടം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് നീ വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടെ ബലിയിൽ നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, തലമുറകളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ പാപ പരിഹാര ബലി, അതിന്റെ യോഗ്യതയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് പാപ പരിഹാര ബലി എന്നും കൂടിയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഹരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അത് പരിഹരിക്കാതെ നമ്മൾ നാട് നീളെ ഓടി നടന്നത് കൊണ്ടോ എവിടെ കൂടിയത് കൊണ്ടോ അത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമുക്ക് എത്രയോ കുടുംബങ്ങൾ, ചില സമയത്ത് ചില കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ കാണാൻ നമുക്ക് സങ്കടം തോന്നും. പുറമെ നോക്കുമ്പോൾ എല്ലാം സുന്ദരം, പക്ഷേ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിലില്ല. പുറമേയൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം 2 നില വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. കാറ് വീട്ടിൽ നിന്ന് പുറത്ത് ഇറക്കിയിട്ട് കുറച്ചാളെ, കാരണം പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് പറയുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ല, പക്ഷെ പുറത്ത് പറയാൻ പറ്റും. ഞെരിങ്ങനെ പൊക്കൊണ്ടിരിക്കുക, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. സന്തോഷം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു സന്തോഷമില്ല. പുറമേ നോക്കുമ്പോൾ, പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് താനും, പക്ഷേ ഉള്ളിൽ താമസിക്കുന്നവർക്ക് ഒരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ ബലിയുടെ യോഗ്യതയ്ക്ക് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിജിലൻസിന് പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിജിലൻസിന് പരിഹരിക്കാൻ പറ്റില്ല. പറ, പറ്റത്തില്ല. കാര്യത്തിന് പരിഹരിക്കാൻ പറ്റുമോ? കാര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനാകലത്തിന് പറ്റുമോ? അത്രയും പോലും പറ്റില്ല. പരിഹാരം ക്രിസ്തുവിലാണ്. നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങൾ കർത്താവിലേക്ക് വാ, പരിശുദ്ധ കുർബാനയിലേക്ക് വാ, ഒരു വചനം കേൾക്ക്, കർത്താവിന്റെ ഹിതം അനുസരിച്ച് ഇതല്ലേ പറയുന്നേ? ആണോ?
അല്ലേ? പറ, ആണോ അല്ലയോ? അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? നിങ്ങൾ വാ ഞാനിപ്പോൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും പേര് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊന്നും ശരിയാക്കാൻ പറ്റിയല്ല. പരിഹാരം ചെയ്തവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്, മുറിയപ്പെട്ടവനാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ സ്വന്തം ജീവൻ നൽകിക്കൊണ്ടാണ് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ, പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ആത്മീയ ജീവൻ നമുക്ക് നേടിത്തന്നത്. അവന്റെ ജീവൻ പരിഹാരമായി, മറുവിലയായി കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ മാത്രമേ പരിഹാരമുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ജീവിതം കൊടുക്കണം, പരിശുദ്ധ കുർബാനയിൽ കുടുംബത്തെ സമർപ്പിക്കണം, പരിശുദ്ധ കുർബാനയിൽ തലമുറകളെ കൊടുക്കണം, പരിശുദ്ധ കുർബാനയിൽ മക്കളൊക്കെ സമർപ്പിക്കണം പറയുന്നത്. ഇവിടെയാണ് എല്ലാ പാപത്തിന്റെ പരിഹാരം ഇരിക്കുന്നത്. അവിടെ നിങ്ങൾ വേറെ ഒരു പരിപാടിക്ക് പോയില്ലേലും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന മുടങ്ങാതെ പോകും. പറഞ്ഞ ഹല്ലേലൂയ. അത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാവുന്ന മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആനന്ദം. നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ പറയല്ലേ, കുർബാനയിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു വിശുദ്ധ കുർബാന മുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, വൈകിട്ട് സപ്പർ കഴിക്കുന്നു, അല്ലേ? ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? കഴിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയും, ശരീരത്തിൽ അറിയും. എന്ന് പറയുന്ന പോലെ നിരന്തരമായി പരിശുദ്ധ കുർബാനയിൽ അവന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആത്മീയമായി അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതം ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിയാൽ ഭാരമായിട്ട് മാറും, അല്ലാതെ വേദനയായിട്ട് മാറും. ചിലവര് വിശുദ്ധ കുർബാന മുടങ്ങുന്നതിന് പോയിട്ട് ഞായറാഴ്ചകളുടെ കുർബാനയ്ക്ക് പോലും പോകാറില്ല. ഞായറാഴ്ച എടാ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. എവിടെ പോയി? പള്ളി പോയി. ഇന്നെന്താ പള്ളി പോയി? ഇന്ന് ഞായറാഴ്ച. ഞായറാഴ്ച ആയിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം അവധി കിട്ടുന്ന, അന്നാ ഇച്ചിരി കടന്ന് ഉറങ്ങുന്ന, ഇച്ചിരി തിന്നുന്ന, ഇച്ചിരി വെള്ളം അടിക്കുന്നതൊക്കെ എന്നൊക്കെ പറയുന്നത് ഞായറാഴ്ച. തുണി അലക്കുന്നതും വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നതൊക്കെ ഞായറാഴ്ച. ഉന്നതത്തിലുള്ളവയെ ഈ ഞായറാഴ്ച ദൈവം തന്നേക്കുന്നത് എന്തിനാണെന്നറിയാവും? 6 ദിവസവും നീ ഭൂമിയിലുള്ള കാര്യങ്ങളുടെ മീതെ അലഞ്ഞും അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും തകർന്നും മുറിവേറ്റും ഒക്കെ കടന്നു പോകുമ്പോൾ 7ാമത്തെ ദിവസം നിന്റെ പ്രത്യാശയുടെ ദിവസമാണ്. നിന്റെ ആത്മരക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും നിലനിൽക്കുന്നവയെക്കുറിച്ചും ചിന്തിക്കാനുള്ള ദിവസമാണ് 7ാം ദിവസം, ഞായറാഴ്ച ദിവസം. അപ്പൊ അതും കൂടി ഒരുവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ പ്യൂർലി ലൗകിക മനുഷ്യനായിട്ട് മാറി, ജഡിക മനുഷ്യനായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരം തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് അരിസ്മന്റെ ചുറ്റുവട്ടത്തുള്ള പലരെ എനിക്കറിയാം. ഒരൊറ്റ ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാത്തവരും, ഒറ്റ ദിവസം പോലും. കൊറോണ കാലത്തൊക്കെ ഇവിടെ വന്ന് ഒളിച്ചും പാത്തും കുർബാനയിൽ പോയിക്കൊണ്ടിരുന്നവര് 5 പേരല്ലേ ഉള്ളൂ, 5 പേർക്ക് വരാൻ പറ്റുള്ളൂ. പറയാ ചോർക്കുമ്പോ കുർബാനയിൽ തരാവോ? കാരണം ഇതുവരെ മുടക്കിയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പോരെ, 5 പേരെ കയറ്റാലോ നമുക്ക്. അത് കൊറോണ കാലത്ത് പോലും വിശുദ്ധ കുർബാന മുടക്കാതിരുന്നവരുണ്ട്. 1-2 ദിവസമൊക്കെ ഓൺലൈനിൽ കൂടിയിട്ട് അച്ഛാ ഞങ്ങൾക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ ഭാരം. വേറെന്തെങ്കിലും സന്തോഷം കുടുംബത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വേറൊരു സന്തോഷമില്ല. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ ആനന്ദം ലോകത്തൊന്നും കിട്ടിയിട്ട് അതിനെ മറികടക്കാനോ പരിഹരിക്കാനോ അതിന് മീതെ ആകാത്ത ജീവിതങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഇടയിൽ ഇരിപ്പുണ്ട്. അവരെ ഓർക്കും വലിയ സന്തോഷമാണ്. പ്രൈസ് ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എന്ത് സഹനം ഉണ്ടായാലും, എന്തെല്ലാം പ്രതികൂല അനുഭവം ഉണ്ടായാലും, എന്തെല്ലാം. ഒരു സഹോദരൻ പറഞ്ഞിട്ട് അച്ഛാ, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസത്തിന്റെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, അറിയാവുന്നവരൊക്കെ പറഞ്ഞു, നിനക്ക് തങ്ങളുടെ അവസാനിപ്പിച്ചുകൂടെ? വെറുതെ വെള്ളമടിച്ച് എല്ലാ ദിവസവും അടി ബഹളമായിട്ട് കൂടുന്ന ഒരാളുടെ കൂടെ എന്തിനാ നിന്റെ ആയുഷ്കാലം മുഴുവൻ കളയണേ എന്ന് ചോദിച്ച് സാഹചര്യത്തിന്റെ നടുവിലും ഈശ്വർ പറഞ്ഞു, അച്ഛാ പ്രഭാതത്തിൽ വന്ന് കാരിസ്മാനിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന്
ആ വൈദികൻ കരങ്ങളിൽ എടുത്തിട്ട് ഇതെന്റെ ശരീരമാകുന്നു, നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരം, ഇതെന്റെ രക്തമാകുന്നു, നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം എന്നൊരു വൈദികൻ പറയുമ്പോൾ ആ ബലിയിലാണല്ലോ അച്ഛൻ പങ്കുചേരുന്നത്. അതുകൊണ്ട് അന്നേ ദിവസം മുഴുവൻ മുറിയപ്പെടാനും തകർക്കപ്പെടാനുള്ള അഭിഷേകം കിട്ടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ആലോചിച്ച് നോക്കിയേ. 1-2 വർഷത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ സഹോദരിയെ കാണുമ്പോൾ 16 വർഷമായിട്ട് ഒരു ദിവസം വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കഴിഞ്ഞ 16 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ പിടിച്ചു നിന്നതിന് ഒറ്റ കാര്യമുള്ളൂ, അച്ഛാ, പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ മുറിയപ്പെടുമ്പോൾ ആ മുറിയുന്ന സമയത്ത് എന്റെ എല്ലാ മുറിവുകളും തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഇന്നേ ദിവസം ഏറ്റെടുക്കേണ്ടി വരുന്ന സകല ക്ഷതങ്ങളും ആ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുക വെച്ചാൽ. അത് കഴിയുമ്പോൾ, കുർബാന കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യമാണ്, എന്തെന്നില്ലാത്തൊരു ശക്തിയാണ്. അന്ന് വരുന്ന സഹനങ്ങളെ, വേദനകളെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും എടുക്കാനൊക്കെ ഉള്ള ഒരു ബലം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറയാം. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമരുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ചല്ലേ അല്ലേ? അപ്പൊ അടുത്തിരിക്കുന്ന ആരാ? ഉള്ളിൽ ആരാ ഉള്ളേ? അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മുഖത്തേക്കൊക്കെ നോക്കി പറയാൻ പറയുന്നത്. ഇങ്ങനെ ചിലവർ ഈശോ എന്താണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഈശോ ഇതാണ്ട് അടുത്തിരിക്കുന്ന ആളിൽ ഈശോ ഉണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളിലേക്ക് ഈ നിത്യസത്യം ഹൃദയത്തിൽ ചങ്കിൽ ഒരാൾ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ജീവിക്കാനുള്ളൊരു ധൈര്യം കിട്ടുക. പ്രൈസ്. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ. എല്ലാ വിശുദ്ധരുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചോ. ഈ വിശുദ്ധർക്കുണ്ടായ 2 പ്രത്യേക താല്പര്യങ്ങളിൽ ഒന്ന് വിശുദ്ധ കുർബാനയും 2 പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ്. എല്ലായിടത്തും നിങ്ങൾ വായിച്ചൊന്നുമില്ല. പരിശുദ്ധ കുർബാനയോട് അത്ര കണ്ട് ആഴമായ വിശ്വാസവും സ്നേഹവും, അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും. അതാണ് 33 വയസ്സ് പ്രായം മാത്രമുള്ള തൻ്റെ ഏക മകൻ മടിയിൽ മരിച്ചു കിടന്നപ്പോൾ ഒരു പെറ്റമ്മ ചങ്കിലൂടെ ഇങ്ങനെ പറയല്ലേ, ശിമയോൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയം പിളർക്കുന്ന ഒരു വാള് കടന്നു പോകുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ 33 വയസ്സ് പ്രായമുള്ള ഏക മകൻ മടിയിൽ ജീവനറ്റ് കിടക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പിളർക്കുന്ന ഈ വാള് കടന്നു പോയപ്പോഴും അമ്മ നിശബ്ദതയിൽ ഈ സഹനവും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ മാധ്യസ്ഥത്തിലായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ഹൃദയം തകർക്കപ്പെടുന്ന, പിളർക്കപ്പെടുന്ന, മുറിവേൽപ്പിക്കപ്പെടുന്ന, അടിച്ചു വീഴ്ത്തപ്പെടുന്ന അനുഭവത്തിലൊക്കെ അതിനേക്കാൾ ഉപരിയായി സംഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയത്തിന്റെ വിശാലതയിലാണ് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒരു ആത്മാവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താങ്ങാൻ പറ്റുന്നൊരു ഹൃദയം അമ്മയുടെ മാധ്യസ്ഥത്തിലും സ്നേഹത്തിലും ഈ ആത്മാവ് സ്വന്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.